എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം നോക്കുന്ന ന്യൂസ് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ് ഗവർണേഴ്സ് ഡിലൈയിങ് ക്രൂഷ്യൽ ബിൽസ് എ മാറ്റർ ഓഫ് കൺസേൺസ് എ സുപ്രീം കോർട്ട്. ഓക്കെ, അപ്പം ഇത് ബേസിക്കലി ഈ നോൺ BJP അല്ലെങ്കിൽ നോൺ സെൻട്രൽ ഗവൺമെൻറ് റൂൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ ഗവർണർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽസ് അവർ സൈൻ ചെയ്ത് മാറ്റി വെക്കുന്നു എന്നാണ് വരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് സുപ്രീം കോർട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ UPSC സിലബസിൽ ഫെഡറലിസം അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഗവർണർ സ്റ്റേറ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. മെയിൻലി ഫെഡറലിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, അപ്പം ഇത് ബേസ് ചെയ്തിട്ട് മെയിൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ 2022-ലും 2018-ലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2022-ൽ വന്നത് ഇതായിരുന്നു: ഡിസ്കസ് ദ എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ എക്സസൈസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബൈ ദ ഗവർണർ, ഡിസ്കസ് ദ ലീഗാലിറ്റി ഓഫ് repromulgation of ordinances by the governor without placing them before the legislature. രണ്ടാമത്തെ 2018-ൽ വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വെദർ ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ക്യാൻ സെറ്റിൽ ദ പൊളിറ്റിക്കൽ ടസിൽ ബിറ്റ്വീൻ ദ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആൻഡ് എലക്റ്റഡ് ഗവൺമെൻറ് ഓഫ് ഡൽഹി എക്സാമിൻ. ആദ്യത്തെ കേസിൽ ഇത് ബേസിക്കലി നമ്മുടെ സ്റ്റാറ്റിക് നോളജ് മാത്രം മതി നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ ഗവർണറാണ് അത്, പിന്നെ അതിൻ്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണറൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. രണ്ടാമത്തെ കേസ് വന്നേക്കുന്നത് ബേസിക്കലി 2018-ലെ ഒരു കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ബിൽസിൻ്റെയൊക്കെ കേസിലൊക്കെ UPSCക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ ഗവർണറാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഗവർണർ. ആർട്ടിക്കിൾ 153 മാൻഡേറ്റ്സ് ദ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ്. അതായത് എല്ലാ സ്റ്റേറ്റിലും ഒരു ഗവർണർ വേണമെന്ന് ആർട്ടിക്കിൾ 153 ആണ് പറയുന്നത്. 1 person ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ഗവർണർ ഫോർ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ്. അതും കൂടി ഓർത്തിരിക്കുക. നമുക്ക് ഈ യൂണിയൻ ടെറിട്ടറീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ കേസിൽ പോലും മൾട്ടിപ്പിൾ യൂണിയൻ ടെറിട്ടറീസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കറണ്ട് സിനാരിയോയിലും അതുണ്ട്. ഓക്കെ, അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ആക്ടിങ് ആസ് എ നോമിനി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പം ഇത് ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്തത് പ്രസിഡൻ്റ് ആണ്. ആരുടെ നോമിനിയാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യുവൽ റോൾ ഓഫ് ദ ഗവർണർ, അതായത് സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് ഗവർണർ. പിന്നെ ബൗണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. പിന്നെ സെർവ്സ് ആസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, പിന്നെ ഒരു ഗവർണർ ആകണമെങ്കിലുള്ള എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് എന്താണ്? ഇത് ആർട്ടിക്കിൾ 157-ഉം 158-ഉമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ആർട്ടിക്കിൾസ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ UPSC ഹാസ് എ പാറ്റേൺ ദാറ്റ് ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദീസ് ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം ചിലപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കില്ല. പക്ഷേ ഈ 153, 157 ആ ഒരു റേഞ്ചൊക്കെ വരുന്നത് ഗവർണറിൻ്റെ പവേഴ്സിന് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, മിനിമം ഏജ് ഓഫ് 35 years വേണം, cannot be a member of parliament or state legislature, cannot hold any office of profit. ഓക്കെ, പിന്നെ പവേഴ്സ് ഓഫ് ഗവർണർ ക്യാൻ ഗ്രാൻഡ് പാർഡൻസ്, റിപ്രൈവ്സ് എക്സെട്ര. ഓക്കെ, ഇത് ആർട്ടിക്കിൾ 161 ആണ്. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എയ്ഡ്സ് ആൻഡ് അഡ്വൈസസ് ദ ഗവർണർ വിത്ത് സം എക്സെപ്ഷൻസ്. ഓക്കെ, അത് ആർട്ടിക്കിൾ 163 ആണ്. അപ്പോയിൻറ്റ്സ് ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ലേറ്റർ ഓൺ നമ്മുടെ സ്ലൈഡ് നോക്കും ഈ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ. ആ സമയത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അസെൻസ്, വിത്ത് ഹോൾഡ്സ് അസെൻറ്റ് ആൻഡ് റിസർവ്സ് ബിൽ ഫോർ പ്രസിഡൻസ് കൺസിഡറേഷൻ. ഇത് ആർട്ടിക്കിൾ 200 ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ക്യാൻ പ്രൊമൾഗേറ്റ് ഓർഡിനൻസസ്, അതായത് ഓർഡിനൻസ് ഇറക്കാം ചില സർട്ടൺ കണ്ടീഷൻസിൽ. എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൽ കോവിഡ് കഴിയാറായ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മാസ്ക് മാറ്റിയ സമയത്ത് ഒരു 6 months ഓർഡിനൻസ് ആണ് അപ്പം ഈ നമ്മുടെ ഗവർണർ ഇറക്കിയിരുന്നു, എല്ലാവരും മാസ്ക് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒക്കെ ഗവർണറിന് ഓർഡിനൻസ് ഇറക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലാഷ് പോയിൻറ്റ്സ് വരാനുള്ള സാഹചര്യങ്ങൾ എവിടെ? അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവർണർ തമ്മിലുള്ള ഒന്നെന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ഗവർണറാണ്. ഡിസ്ക്രിഷണറി പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗവർണർ തന്നെ ചില കേസസിൽ ഡിസിഷൻ എടുക്കാം. ഓക്കെ, ഗീവിങ് ഓർ വിത്ത് ഹോൾഡിങ് അസെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ബിൽസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കണ്ട പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചില ബില്ല് പാസ്സാക്കാൻ നോക്കും, പക്ഷേ ഗവർണർ അതിന് അസെൻറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിനാരിയോസ്. പിന്നെ ഡിസൈഡിങ് ദ ടൈമിംഗ് ആൻഡ് ഓർഡർ ഓഫ് പ്രൂവിങ് മജോറിറ്റി ഇൻ എ ഹങ് എലക്ഷൻ, അതായത് ഒരു മജോറിറ്റി പ്രോപ്പറായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു എലക്ഷനിൽ ഗവർണറിന് വേണമെങ്കിൽ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടീനെ വിളിച്ചിട്ട് അവരോട് മജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇത്ര ടൈം കൊടുക്കാം. അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, ആ ഫാക്ടേഴ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഗവർണറാണ്.
പിന്നെ ലാക്ക് ഓഫ് പബ്ലിക് എൻഗേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ്, അതായത് നോ ഡിഫൈൻഡ് പ്രൊവിഷൻസ് ഫോർ പബ്ലിക് എൻഗേജ്മെൻറ്റ് വെൻ ദെയർ ഈസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഗവർണർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മുടെ കേരള പൊളിറ്റിക്സ് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടസിലാണ് ബിറ്റ്വീൻ ഗവർണർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, ഒരിടത്ത് ഗവർണർ തുറന്നടിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ പറയും, എസ്പെഷ്യലി ആ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ഒക്കെ വന്നപ്പോഴേക്കും നമ്മൾ അത് കണ്ടതാണ്. ഓക്കെ, ഒരു പബ്ലിക് എൻഗേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ് അതിനകത്തില്ല. ഗവർണർ എങ്ങനെ പെർഫോം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം, അങ്ങനെയൊന്നും ഗവർണറിനില്ല. പിന്നെ ലിമിറ്റഡ് ടെന്യൂർ ആൻഡ് യൂണിയൻ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന ഒരു 5 year ടേമിലേക്കാണ് വരുന്നത് അല്ലേ. സബ്ജക്റ്റഡ് ടു പ്രസിഡൻസ് പ്ലഷറാണ്. അപ്രിഹെൻഷൻ ഓഫ് ദ ഗവർണർ ആക്ടിങ് ഇൻ ലൈൻ വിത്ത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻസ്ട്രക്ഷൻ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ആണെങ്കിലും, സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണെങ്കിൽ പോലും യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നതാണ് ശരിക്കും ഗവർണർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫെഡറലിസത്തിനെ മാറ്റിയിട്ടൊരു യൂണിറ്ററി ബയസസ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ഗൈഡ് ലൈൻസ്, നോ ക്ലിയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗൈഡ് ലൈൻസ് ഫോർ ഗവർണേഴ്സ് പവർ സച്ച് ആസ് CM അപ്പോയിൻമെൻറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരെ വേണേലും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ ഗവർണറിനെ വിളിച്ചിട്ട് മജോറിറ്റി പ്രൂവ് ചെയ്യാൻ വേണേൽ അവർക്ക് പറ്റും, അങ്ങനെ ചോദിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു മജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ. പിന്നെ ഇൻഡെഫിനിറ്റ് ബിൽ വിത്ത് ഹോൾഡിങ്, അതായത് ഇതാണ് ഇന്നത്തെ ന്യൂസിൽ വന്നത്. ഗവർണറിന് എത്ര നാളത്തേക്ക് വേണേലും ഈ അസെൻറ്റ് കൊടുക്കാതിരിക്കാം ബില്ലിന്. ഓക്കെ, പിന്നെ റോൾ ഓഫ് ആർട്ടിക്കിൾ 356, അതായത് ഗവർണറിന് ഒരു സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം തകർന്നു എന്ന് കഴിഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് പ്രസിഡൻറ്റ് റൂൾ ഇൻവോക്ക് ചെയ്യാം. ഓക്കെ, പ്രസിഡൻറ്റ് റൂള് ഇൻവോക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ റിഫോംസ് നമുക്കറിയാം. ഇതൊക്കെയാണ് ഇതിനകത്ത് ചാലഞ്ചസ്. ഇതിനകത്ത് ഒരു റിയൽ പിക്ചർ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കണ്ടു, പിന്നെ ആ ക്ലാഷ് പോയിൻറ്റ്സ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് വേരിയസ് കമ്മീഷൻസ് ഈ ക്ലാഷസ് വന്ന സമയത്തെല്ലാം ഇതിന് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിഫോംസ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് പുഞ്ചി കമ്മീഷനാണ്. പുഞ്ചി കമ്മീഷൻ എന്ന് പറയുന്നത് ഗവർണേഴ്സിനും ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ, അതായത് നമുക്കറിയാം പ്രസിഡന്റിനേക്ക് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ, അതുപോലെ തന്നെ ഗവർണേഴ്സിനും ഒരു ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ കോൺട്രവേഴ്ഷ്യൽ പൊസിഷൻസ് ആയിട്ടുള്ള ചാൻസലേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ചാൻസലർ നമുക്കറിയാം, കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ ചാൻസലർ ആരാ, നമ്മുടെ ഇവിടുത്തെ ഗവർണറാണ്. അപ്പോൾ അങ്ങനത്തെ പൊസിഷൻസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പുഞ്ചി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ARCക്കകത്ത് പറയുന്നത്, സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനിൽ പറയുന്നത് ഫോർമുലേറ്റ് ഗൈഡ് ലൈൻസ് ഫോർ ഗവർണേഴ്സ് ഡിസ്ക്രിഷണറി പവർ, അതായത് ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സിന് ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സെക്കൻഡ് ARCയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രാജ് മന്നാർ കമ്മിറ്റി പറയുന്നത് എംഫസിസ് ഗവർണേഴ്സ് റോൾ ഇൻ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് നോട്ട് എ സെൻറ്റേഴ്സ് ഏജൻറ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ബേസിക്കലി ഗവർണറിനോട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അത് മാറ്റിയിട്ട് ഒരു സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന നിലയിൽ തന്നെ ഗവർണറുടെ പൊസിഷൻ സ്ട്രോങ് ആക്കാനായിട്ട് പറയുന്നുണ്ട് രാജ് മന്നാർ കമ്മിറ്റി. അപ്പോൾ നമുക്കിതെല്ലാം, ഈ കമ്മീഷൻസ് എല്ലാം ബേസിക്കലി നമുക്ക് മെയിൻസിനകത്ത് കോട്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒരു എക്സ്ട്രാ പോയിൻ്റാണ്, അതെല്ലാം കീ ടേംസ് ആണ്. ഓക്കെ, പിന്നെ സർക്കാരിയ കമ്മീഷൻ പറയുന്നത് അവരുടെ റിപ്പോർട്ടിൽ കമ്മീഷൻ റെക്കമെൻഡ് ദാറ്റ് ആർട്ടിക്കിൾ 356. അപ്പോൾ 356 എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള ഇൻസ്റ്റൻസിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ചില സമയത്ത് യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെപ്പറേറ്റ് ആയിട്ടുള്ള പാർട്ടീസ് ഭരിക്കുന്ന സമയത്തിലൊക്കെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസിഡന്റ് റൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 356 വൺ ഓഫ് ദ മിസ്യൂസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനാണ്. ഓക്കെ, അങ്ങനെയൊക്കെ സിനാരിയോ വന്നപ്പോഴാണ് സർക്കാർ കമ്മീഷൻ പറഞ്ഞത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് കമ്മീഷനാണ്, അവർക്ക് റെക്കമെൻഡേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വെങ്കടചല്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെക്കമെൻഡഡ് അലോയിങ് ഗവർണേഴ്സ് ടു കംപ്ലീറ്റ് ദെയർ 5 year ടേംസ് ഓർഡിനറിലി. അതായത് ഗവർണർ ചിലപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 5 year ടേം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്പെസിഫിക് അല്ല. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെൻറ് തോന്നുവാണ് ഇവർ ഇതല്ല, കേപ്പബിൾ അല്ല, ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം അവരെ മാറ്റാം. അപ്പം ഓർഡിനറി ആയിട്ടൊരു 5 year ടേം അവർക്കൊരു ടെന്യൂർ സെക്യൂരിറ്റി കൊടുക്കുക എന്നാണ് വെങ്കടചല്യ കമ്മീഷൻ പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഷുഡ് കൺസൾട്ട് വിത്ത് ചീഫ് മിനിസ്റ്റർ ബിഫോർ റിമൂവിങ് ദം ബിഫോർ ദ എൻഡ് ഓഫ് ദെയർ ടേം. പിന്നെ ഗവർണർ റോളിൻ്റെ റിഫോംസ് നമ്മളിപ്പോൾ പറഞ്ഞത് വേരിയസ് കമ്മീഷൻസിൻ്റെ റെക്കമെൻഡേഷനാണ്. പിന്നെ ഇതിനകത്തൊരു വേ ഫോർവേഡ് എന്ന നിലയിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് അവോയ്ഡ് സ്റ്റാളിങ് ലെജിസ്ലേഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇവരുടെ ഡിസ്ക്രിപ്ഷണൽ പവേഴ്സ് അല്ലെങ്കിൽ അസെൻറ്റ് കൊടുക്കാതിരിക്കുന്ന സിനാരിയോസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അല്ല. ഓക്കെ, പിന്നെ റിലീവ് ചാൻസലറി റോൾ പുഞ്ചി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു ഗവർണേഴ്സിനെ ഈ ചാൻസലേഴ്സ് എന്ന് പറയുന്ന റോളിൽ നിന്നൊക്കെ അവരെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഗവർണേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ എന്ന് പറയുന്നത് ഗവർണർ ഷുഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോഷൻ അഗെയിൻസ്റ്റ് വയലേഷൻ ബട്ട് നോട്ട് ആക്ട് ആസ് എ പാരലൽ പവർ സെൻറ്റർ.
പിന്നെ റിവൈസ്ഡ് അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ, അതായത് ഒരു ഗവർണറിനെ സെലക്ട് ചെയ്യുമ്പോഴേക്ക് ഒരു പ്രോപ്പർ സെലക്ഷൻ കമ്മിറ്റി വേണം, കംപ്രൈസിങ് ഓഫ് പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, പിന്നെ സ്പീക്കർ ഓഫ് ലോക്സഭ, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും ഉള്ള ആൾക്കാരുടെ ഒരു ബോഡി വെച്ചിട്ട് വേണം ഗവർണറിനെ സെലക്ട് ചെയ്യാൻ. ഈ കേസിൽ എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഒരാളെ റെക്കമെൻഡ് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യും. പക്ഷേ അത് മാറിയിട്ടൊരു സെലക്ഷൻ കമ്മിറ്റി വെച്ചിട്ട് 2 പേർക്ക് അഗ്രിയബിൾ ആയിട്ടുള്ള ഒരാളെ ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനാണ് ഒരു വേ ഫോർവേഡ് പറയുന്നത്. പിന്നെ ന്യൂട്രൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാൻഡ്, ഗവർണർ ഷുഡ് മെയിൻറ്റെയിൻ ഇൻഡിപെൻഡൻസ്, നോൺ പാർട്ടിസൺഷിപ്പ് ആൻഡ് പ്രയോറിറ്റൈസ് സ്റ്റേറ്റ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ. പിന്നെ കോഡ് ഓഫ് കണ്ടക്ട്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പബ്ലിക് ആയിട്ട് പറയുമ്പോഴൊക്കെ ഇവർക്ക് പ്രോപ്പർ ഗൈഡ് ലൈൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഗവർണേഴ്സ് ഡിസ്ക്രിഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റീസ് ആവശ്യമാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ളൊരു ക്ലാരിറ്റി ഗവർണറിൻ്റെ ആക്ഷൻസിൽ വേണം. പക്ഷെ അത് വരാൻ ചാൻസ് ഇല്ല, കാരണം ബേസിക്കലി യൂണിയൻ ഗവൺമെൻറ് ഏജൻ്റ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പം യൂണിയൻ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഗവർണറെ കൊണ്ട് ചെയ്യാനായിട്ട് അവർ മാക്സിമം നോക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് നൺ ഓഫ് ദാറ്റ് മാറ്റേഴ്സ്. നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ ഈ പോയിൻറ്റ്സ് ഒക്കെ എഴുതാൻ ആവശ്യം വരും. പിന്നെ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് ഒരു ഡേറ്റ ബ്രീച്ചിനെ കുറിച്ചായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ന്യൂസിലോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ആർട്ടിക്കിൾ ഇങ്ങനെയായിരുന്നു, ഹൗ ദ പേഴ്സണൽ ഡേറ്റ ഓഫ് 815 million Indians got breached. അപ്പം റീസെൻ്റ്ലി നമ്മുടെ ICMR ഡേറ്റ, അതായത് ICMRലെ ആധാർ ഡേറ്റാസ് ഓൺലൈനായിട്ട് സെയിലിന് അവൈലബിൾ ആയിരുന്നു, അതായത് ഡാർക്ക് വെബിൽ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കും. അപ്പോൾ ഈ ന്യൂസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കിയാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യാസ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ആണ്. പിന്നെ ഡീപ്പ് വെബ് ആൻഡ് ഡാർക്ക് വെബ് എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് ടു അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ. പിന്നെ ICMR എന്താണെന്നും കൂടി നമ്മൾ നോക്കും. അപ്പോൾ ഈ ആധാർ ഡേറ്റ ലീക്ക് എന്തായിരുന്നു അതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹാക്കർ, അയാളുടെ കോഡ് നെയിം ഇതായിരുന്നു 𝗗𝗶𝗹𝘆. അയാൾ ബ്രീച്ച് ഫോറംസിൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഡേറ്റ അവർ പോസ്റ്റ് ചെയ്തു. അപ്പം റീസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു US സൈബർ സെക്യൂരിറ്റി ഏജൻസി ഈ ലീക്ക് ഫ്ലാഗ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ലീക്ക്ഡ് ഡേറ്റയിൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നെയിംസ്, ഫോൺ നമ്പേഴ്സ് ആൻഡ് അഡ്രസ്സസ് എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വെരിഫൈ ചെയ്തത് ഗവൺമെൻറ് വെരിഫൈ ആധാർ എന്ന് പറയുന്ന ഫീച്ചർ വെച്ചാണ് ഇത് എന്താണ് ആധാർ ഡേറ്റ തന്നെയാണെന്ന് അവർ വെരിഫൈ ചെയ്തത്. അപ്പം ഇത് ബേസിക്കലി എന്താണ്, ഞാൻ പറഞ്ഞു ICMRൻ്റെ ഡേറ്റാസ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ് ലീക്ക് ആയിട്ടുള്ളത്. അത് COVID-19 ടെസ്റ്റ് ഡേറ്റയിൽ നിന്ന് ആണ് ഇത് ബ്രീച്ച് ആയിട്ടുള്ളത്. ഭയങ്കര എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു ഫോറമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രോപ്പർ ചാലഞ്ചാണ് എങ്ങനെ ഇത് മാറ്റും എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളിനി നോക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR എന്താണെന്ന്. ഓക്കെ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഈസ് എ അപ്പെക്സ് ബോഡി ഇൻ ഇന്ത്യ ഫോർ ഫോർമുലേഷൻ, കോർഡിനേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ബയോമെഡിക്കൽ റിസർച്ച്. അപ്പോൾ ഇതിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, കണ്ടക്ട്, കോർഡിനേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് മെഡിക്കൽ റിസർച്ച് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പം മെഡിക്കൽ ഇന്നോവേഷൻസ് അത് പ്രൊഡക്റ്റ് ആക്കുക, അതിൻ്റെ പ്രോസസ്സസ്, അങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാം, അങ്ങനത്തെയൊക്കെയാണ് ICMR ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫണ്ട് ചെയ്തേക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ. ICMR ഇവിടെ മെൻഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്നത് ഡാർക്ക് വെബ് എന്താണെന്നാണ്. ഓക്കെ. ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്കറിയാം നമ്മൾ ഗൂഗിൾ വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. അതല്ലാതെ വേറെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ. അത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബ്രൗസർ വേണം, സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം വേണം. അപ്പം അത് ആക്സസ് ചെയ്യുന്നത് ടോർ പോലത്തെ ബ്രൗസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെയാണ് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് ഹിഡൻ ഇൻ്റർനെറ്റ് സൈറ്റ് ആക്സസിബിൾ via specialized web browsers ensures anonymity and privacy in online activities serving both legal and illegal purposes. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡാർക്ക് വെബ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് വിസിൽ ബ്ലോവേഴ്സ്. കാരണം നമുക്ക് ഇതിനകത്ത് ചിലപ്പം ഇമെയിൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഫ്രോഡ് ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ അതിനകത്ത് കാണും. അതിൽ നിന്ന് നമുക്ക് വിസിൽ ബ്ലോയിങ് ഒക്കെ ചെയ്യാം. പിന്നെ വിക്ടംസിനെ അബ്യൂസ് ചെയ്യും. പിന്നെ പൊളിറ്റിക്കൽ ഡിസിഡൻസ് ഫോർ സേഫ്റ്റി. പിന്നെ ഓൾസോ എ ഹബ് ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ലൈക്ക് സെല്ലിംഗ് പ്രൈവറ്റ് ഡേറ്റ, നാർക്കോട്ടിക്സ്, പിന്നെ ആംസ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് കണ്ടൻറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഓക്കെ.
പിന്നെ അബൌട്ട് ഡീപ്പ് വെബ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ഈ ഡാർക്ക് വെബ് ഒക്കെ പാർട്ടായിട്ടുള്ള നമുക്ക് ആക്സസ് ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ, അതായത് ഒരു വലിയൊരു ഹ്യൂജ് പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം വെബ് പേജസ് നോട്ട് ഇൻഡെക്സ്ഡ് ബൈ സെർച്ച് എഞ്ചിൻസ് ഓഫൺ ബിഹൈൻഡ് സെക്യൂരിറ്റി ബാരിയേഴ്സ്. അപ്പോൾ മേക്സ് അപ്പ് അറൌണ്ട് 90% ഓഫ് ഓൾ വെബ്സൈറ്റ്സ് വിത്ത് ദ മജോറിറ്റി ബീങ് ലീഗൽ ആൻഡ് സെക്യൂർ. അപ്പോൾ ഇതിൻ്റെ കേസിൽ മജോറിറ്റി ഓഫ് ദ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് സെക്യൂർ ആണ്. പ്രൊട്ടക്ട്സ് യൂസർ ഇൻഫർമേഷൻ ആൻഡ് പ്രൈവസി ഇൻക്ലൂഡിങ് ദ ഡാർക്ക് വെബ് സെഗ്മെൻറ്റ്. അപ്പം ഡീപ്പ് വെബിൻ്റെ ഒരു പാർട്ടാണ് ഡാർക്ക് വെബ് എന്ന് നമ്മൾ ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ ICMR എന്താണെന്ന് നോക്കി, നമ്മൾ ഈ ഡാറ്റ ബ്രീച്ചിനെ കുറിച്ച് ബ്രീഫ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ ഡാർക്ക് വെബും ഡീപ്പ് വെബും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഇന്ത്യസ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ആണ്. റീസെൻ്റ്ലി നമുക്ക് വന്നൊരു ലെജിസ്ലേഷനാണ്. അതിൻ്റെ ഫ്രെയിം വർക്ക് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് എബൌട്ട് ദ ആക്ട്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എസ്റ്റാബ്ലിഷിംഗ് എ ഫ്രെയിം വർക്ക് ഫോർ പേഴ്സണൽ ഡാറ്റ പ്രോസസ്സിംഗ്. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണ്, അപ്ലൈസ് ടു ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രോസസ്ഡ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഡാറ്റ കളക്റ്റഡ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓൾസോ എക്സ്റ്റെൻസ് ടു ഡാറ്റ പ്രോസസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം ഇന്ത്യയുടെ പുറത്തും അകത്തുമുള്ള ഡാറ്റ, അതുപോലെ തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഡാറ്റകളുടെ എല്ലാം ഒരു പേഴ്സണൽ കളക്ഷൻ, അതിനെ ഒരു കൺട്രോൾ ചെയ്യുന്നൊരു ലെജിസ്ലേഷനാണ് ഇന്ത്യസ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. പിന്നെ അതിൻ്റെ കൺസെൻറ്റ്, പേഴ്സണൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് ഒരു ഇൻഡിവിജ്വലിൻ്റെ അയാളുടെ കൺസെൻറ്റ് തന്നെ വേണം, വിത്ത് എക്സെപ്ഷൻസ് ഫോർ വോളണ്ടറി ഷെയറിങ് ആൻഡ് സ്റ്റേറ്റ് പ്രോസസ്സിങ്. അതായത് സ്റ്റേറ്റ് പ്രോസസ്സ് ചെയ്യുന്ന കേസിലല്ല അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കമ്പനീസോ അങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുമ്പോഴേക്കും ആ ഇൻഡിവിജ്വലിൻ്റെ കൺസെൻറ്റ് വേണം. പിന്നെ ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ഡിലീഷൻ, അതായത് എൻറ്റിറ്റീസ് മസ്റ്റ് മെയിൻറ്റെയിൻ ഡാറ്റ ആക്യുറസി, സെക്യൂരിറ്റി ആൻഡ് ഡിലീറ്റ് ഡാറ്റ വൺസ് ഇറ്റ്സ് പർപ്പസ് ഇസ് ഫുൾഫിൽഡ്. ഓക്കെ, ഇപ്പം കോവിഡിൻ്റെയോ അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ ഒക്കെ ഡാറ്റ എടുക്കുന്നവർ ആ ഒരു വാക്സിനേഷൻ്റെ ഡാറ്റ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റോർ ചെയ്യാം. കൺസെൻറ്റ് അങ്ങനെ കൊടുത്തേക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ കൺസെൻറ്റിൽ പറയുവാണ് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യണം. പിന്നെ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇൻഡിവിജ്വൽസ് ഹാവ് ദ റൈറ്റ് ഫോർ ഇൻഫർമേഷൻ, കറക്ഷൻ, ഇറഷ്വർ ആൻഡ് ഗ്രിവൻസ് റിഡ്രസൽ. അതായത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഇവരെ അപ്രോച്ച് ചെയ്യാം. ഇത് അപ്രോച്ച് ചെയ്യുന്ന ബേസിക്കലി ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡുണ്ട് ഇന്ത്യയുടെ, അത് അവരെ അപ്രോച്ച് ചെയ്യാം. പിന്നെ എക്സെപ്ഷൻ, ഈ ഗവൺമെൻറ് ഏജൻസീസ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയുടെ കേസസിൽ വരുമ്പോഴേക്കും ഈ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് അവർക്ക് എക്സംഷനുണ്ട്. അവർക്ക് എങ്ങനത്തെ ഡാറ്റ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡാണ്. അതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ലോ പ്രകാരമല്ല നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന അല്ല ഡാറ്റ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നോൺ കംപ്ലയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതിൻ്റെ പെനാൽറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ഇതിന് നോൺ കംപ്ലയൻസിന് റിസൾട്ട്സ് ഫൈൻ അപ് ടു 250 rupees അല്ലെങ്കിൽ 250 crore rupees ആണ് ഇതിൻ്റെ ഫൈനായിട്ട് വരുന്നത്. അത് ആരാണ്, ഡാറ്റ പ്രോസസ്സിങ് എൻറ്റിറ്റീസ് ആണ് ഇത് കൊടുക്കുന്നത്. ഡാറ്റ പ്രോസസ്സിങ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അതാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ കുറിച്ച് അല്ലെ ആക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനുള്ള ഒരു വേ ഫോർവേഡ് നമ്മൾ നോക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. ഒന്നാമത്തെ നാഷണൽ സൈബർ സെക്യൂരിറ്റി സ്ട്രാറ്റജി വേണം. അതായത് ഡെവലപ്പ് എ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി ടു ടാക്കിൾ ഇവോൾവിംഗ് സൈബർ ത്രെറ്റ്സ്. അതായത് ഇൻക്ലൂഡ് റോബസ്റ്റ് എൻക്രിപ്ഷൻ, പിന്നെ റെഗുലർ സെക്യൂരിറ്റി ഓഡിറ്റ്സ്, പിന്നെ ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്ലാൻസ്. അപ്പം ഇന്ത്യയുടെ കേസ് മോസ്റ്റ് കേസസിൽ ഇങ്ങനത്തെ ബ്രീച്ചൊക്കെ വരുമ്പോൾ ഗവൺമെൻറ് ഓപ്പൺലി അത് ഡിനൈ ചെയ്യും. പക്ഷേ അതിനൊരു ലേറ്റർ ഓൺ അപ്ഡേറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മെഷേഴ്സിലുള്ള അപ്ഡേറ്റ് ഒന്നും നമുക്ക് നടക്കുന്നില്ല. അതൊരു ഫോൾട്ടാണ്. അത് മാറ്റാനായിട്ടുള്ളൊരു വേ ഫോർവേഡായിട്ടാണ് നാഷണൽ സൈബർ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ എനാക്ട് കോംപ്രിഹെൻസീവ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ്. അപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ പാസ് ലെജിസ്ലേഷൻ ഫോർ ക്ലിയർ ഡാറ്റ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഗൈഡ് ലൈൻസ്. അതായത് ഡാറ്റ എടുക്കുന്ന എന്തിനാണ്, അതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് വേയിൽ വേണം, ഒരു ലെജിസ്ലേഷൻ അതിന് വേണം. പിന്നെ ഇൻക്ലൂഡ് ബ്രീച്ച് നോട്ടിഫിക്കേഷൻ ഫോർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് ഇങ്ങനൊരു ബ്രീച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റിസൺസിനെ അവെയർ ചെയ്യണം, എന്നിട്ട് അവരോട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടിഫിക്കേഷൻ പോകണം. ഓക്കെ, പിന്നെ എസ്റ്റാബ്ലിഷ് ലെജിസ്ലേറ്റീവ് മാൻഡേറ്റ്സ് ഫോർ DPI പ്ലാറ്റ്ഫോംസ്. അതായത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോംസിൽ ലെജിസ്ലേറ്റീവ് മാൻഡേറ്റ്സ് വേണം. അതായത് ഡിഫൈൻ ഫങ്ഷൻസ്, റോൾസ്, റെസ്പോൺസിബിലിറ്റി ത്രൂ ലെജിസ്ലേറ്റീവ് മാൻഡേറ്റ്സ്. പിന്നെ എൻഷുർ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അഡ്ഹെർ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതായത് ടെക്നിക്കൽ ഫൈൻഡിങ്സ് ഇൻ പബ്ലിക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഈ സൈബർ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഡാറ്റ ബ്രീച്ചസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും അതിന് കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ സിറ്റിസൺസിന് അവെയർ ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ
അതെന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഉള്ളൊരു ക്ലിയർ പിക്ചർ പബ്ലിക്കിന് കൊടുക്കുകയും വേണം. പിന്നെ പ്രൊമോട്ട് പബ്ലിക് കൺസൾട്ടേഷൻ, സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. അതായത് ഈ കേസസിൽ പബ്ലിക്കിനെയും ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെയും സിവിൽ സൊസൈറ്റീനെ എല്ലാം ഈ പോളിസി ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം റെഗുലർ പബ്ലിക് കൺസൾട്ടൻസും ഫീഡ്ബാക്കും നമുക്ക് എടുക്കണം. ഇപ്പം നമ്മുടെ കേസസിൽ പോലും ഇപ്പോൾ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ പോലും നമുക്ക് ഇപ്പം സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ പോലീസിനെ അപ്രോച്ച് ചെയ്താൽ പോലും നമുക്കൊരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടത്തില്ല കറണ്ട് കേസ് സിനാരിയോയിൽ. ഓക്കെ, പക്ഷേ അതിനൊക്കെ ഒരു പ്രോപ്പർ മെക്കാനിസം ശരിക്കും നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു മെക്കാനിസത്തിൽ ആൾക്കാരുടെ ഫീഡ്ബാക്കും ആൾക്കാരുടെ എക്സ്പീരിയൻസസും അതിനകത്ത് ഷെയർ ചെയ്തിട്ട് അതനുസരിച്ച് വേണം പോളിസി ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ പ്രൊട്ടക്ട് ഡിജിറ്റൽ ഫ്രീഡംസ് ആൻഡ് റൈറ്റ് ടു പ്രൈവസി, സേഫ് ഗാർഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് എൻഷുർ ഗവൺമെൻറ് ആക്ഷൻസ് ആൻഡ് റെഗുലേഷൻസ് റെസ്പെക്ട് ഡിജിറ്റൽ ഫ്രീഡംസ് ആൻഡ് റൈറ്റ് ടു പ്രൈവസി, അപ്പോൾ ഫ്രീ എക്സ്പ്രഷൻ ആൻഡ് ഡിസെൻറ്റ് പ്രിൻസിപ്പിൾസ് വിതൗട്ട് അൺഡ്യൂ കോഴ്സൺ ആൻഡ് സെൻസർഷിപ്പ്. അതായത് സെൻസർഷിപ്പ്, റൈറ്റ് ടു എക്സ്പ്രഷനെയൊക്കെ ബാൻ ചെയ്യുന്ന രീതിയിലുള്ള സെൻസർഷിപ്പൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കാര്യമുള്ള കാര്യത്തിനൊക്കെ സെൻസർഷിപ്പ് കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രോപ്പർ പ്രിൻസിപ്പിൾസൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഡെവലപ്പ് സൈബർ സെക്യൂരിറ്റി കപ്പാസിറ്റി ആൻഡ് എക്സ്പെർട്ടീസ്. അതായത് നമുക്ക് സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ടീസിൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും കൂടി കമ്പൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻകറേജ് കൊളാബറേഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഗവൺമെൻറ് സെക്ടർ. അപ്പോൾ അവിടെ ഇന്നോവേഷൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുവരണം. പിന്നെ ഇൻ്റർനാഷണൽ കൊളാബറേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ വേണം. സൈബർ സെക്യൂരിറ്റിയുടെ കേസിൽ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഷെയറിംഗ് ഓൺ ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പം ത്രെറ്റ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റെസ്പോൺസിലുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു പ്രോപ്പർ, നമുക്കറിയാം മിക്ക കേസിലും ഗവൺമെൻറ് അല്ല കണ്ടുപിടിക്കുന്നത് ഈ ഡേറ്റ ബ്രീച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ. ഇതൊക്കെ ഫോറിൻ ആയിട്ടുള്ള കമ്പനീസൊക്കെ ആയിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്പനീസൊക്കെ ആയിട്ട് നമുക്ക് കൊളാബറേഷൻ വേണം. കാരണം ഈ മിറ്റിഗേഷൻ മെഷേഴ്സ് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ ഗവൺമെൻറ്റിനല്ലേ പറയത്തില്ല. ഓക്കെ, അത് സോൾവ് ചെയ്യാൻ ഇങ്ങനത്തെ കമ്പനീസൊക്കെ ആയിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ മെക്കാനിസംസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൊളാബറേറ്റ് വിത്ത് അതർ നേഷൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ എഫക്റ്റീവ് ക്രോസ് ബോർഡർ സൈബർ സെക്യൂരിറ്റി റെസ്പോൺസസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 ന്യൂസാണ് ബേസിക്കലി നമ്മൾ നോക്കാത്ത ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കിയുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എഡിറ്റോറിയലാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ലെജിസ്ലേഷനൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷനാണ് എഡിറ്റോറിയൽ വന്നിരുന്നത്. അതൊക്കെ OTT എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പം അതൊക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് ആ ഒരു കേസിൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞാൽ മതി. ഇന്നത്തെ ന്യൂസിൽ നമ്മൾ ഗവർണർ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചു. പിന്നെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല്, പിന്നെ അതുപോലെ തന്നെ ആധാർ ബ്രീച്ചിനെ കുറിച്ചൊക്കെ ഒരു കോൺടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ DNA അനാലിസിസ് ഇവിടെ തീരുവാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.